ഫീഹിമാ മിൻ ദാബ്ബാ വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ ഖാലൽ ജലീലു അസ്സ വജൽ. ഉൾക്കിടിലത്തോടെ വേണം സുബ്ഹാനഹു വ തആല. അവർ ഉൾക്കിടിലത്തോടെ. പുതിയ വാതിൽ ഇതൊന്നുമില്ല. കാലല്ല ഒന്നും പറഞ്ഞുവിടാന്ന പുതിയ ഭാഷൻ. പുത്തൻ വാദം എന്നൊരു വാദം ഇറങ്ങിയിട്ടുണ്ട്. 86 തരം വാദവും അതിന്റെ ചികിത്സയും ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട്. അതിലെങ്ങും പെടാത്തൊരു വാദമാണ് പുത്തൻ വാദം. അതിന്റെ സാരം എന്താ? ആ വാദത്തിന് യാതൊരു ചികിത്സയുമില്ല. തല മൊട്ടയടിക്കുക, നെല്ലിക്കാത്തളം വെക്കുക, തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കുക. ഉച്ചക്കിറുക്കാണ്. ഇത് മാറൂല. ചെറിയൊരു ആക്കം കിട്ടുമെന്നുള്ളതേ ഉള്ളൂ, അല്ലേ? അവനെ ചികിത്സിക്കേണ്ട. ശൈഖുനാ തഴവ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇൽമിന്റെ ബഹറും തസവ്വുഫിന്റെ കോട്ടയും കറാമത്തിന്റെ കട്ടയും പ്രഭാഷകനും മഹാകവികളുടെ മഹാകവിയുമായ ശൈഖുനാ തഴവ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഫാത്തായിട്ട് നാളെ ഇൻഷാ അല്ലാഹ് 9 വർഷം തികയാ. നാളെ ഉസ്താദിന്റെ ആണ്ടാണ്. ശൈഖുനാ തഴവ ഉസ്താദ് പറഞ്ഞു, ഈ ഖൗമിനോട് സംസാരിച്ചാൽ ഇവൻ നേരെയാകില്ല. ഇവനോടടുക്കണ്ട ഹബീബേ പോടോ, കഴുതക്കു പുല്ലു പറിക്കടോ ഹൈറാടോ. ശൈഖുന പറഞ്ഞു, ഈ പുത്തൻവാദികളോട് തർക്കിക്കുന്നതിൽ നല്ലത് കഴുതക്ക് പുല്ല് പറിച്ചു കൊടുക്കുന്നതെന്ന്. അത്രയും കൂലി കിട്ടും. ഇവനോട് വാദിക്കാൻ പോകുന്ന സമയത്തിന് കഴുതക്ക് പുല്ല് പറിച്ചു കൊടുത്താൽ അത്രയും കൂലി കിട്ടുമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. കാര്യമായ സലഫുസ്സാലിഹീങ്ങളായ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരൊക്കെ ചെയ്തത് തെറ്റ്, ഞങ്ങൾ ചെയ്തത് ശരിയെന്ന് പറഞ്ഞാൽ ഇവനേക്കാൾ വലിയ പോത്ത് വേറെ ഇല്ല എന്നുള്ളത് സത്യം, അല്ലേ? അല്ലാഹു അക്ബർ. ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാതിരുന്ന കാര്യപ്പെട്ട മഹാന്മാർ, റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ പോലെയുള്ള മഹാരഥൻ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ പോലെയുള്ള മഹാരഥന്മാർ ചെയ്തതൊക്കെ തെറ്റ്, ഞങ്ങൾ പറയുന്നത് ശരി. പാൻറ് ധരിച്ചാൽ നിന്ന് മൂത്രമൊഴിക്കൽ ജായിസാണെന്ന് പറയുന്ന ഹമുക്കളാണ് ഇവരൊക്കെ. ഹമുക്കല ഇസ്മു തഫ്ദീൽ ചേർത്ത് അഹ്മക്കെന്ന് പറയണം. ജഹ്ലു മുറക്കബാട് തിരിയില്ലവന്മാർക്ക്. പെണ്ണിനെയും കൊണ്ട് പള്ളിയിൽ പോണോ അത്രേ. എവിടാ പറഞ്ഞത്? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? നമ്മുടെ വിഷയമല്ലത്. അതുകൊണ്ട് ഞാനിപ്പം തർക്കിക്കാൻ നിൽക്കുന്നില്ല. നിനക്ക് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? ഹദീസ് കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? പെണ്ണിന് ജുമാ നിർബന്ധമുണ്ടോ? ജുമാ സുന്നത്തുണ്ടോ? അത് വേറൊരു വിഷയം നിങ്ങൾ വെക്കിന്. എന്ന് പറയാം, പുത്തൻവാദികൾക്ക് അണ്ണനം വേറെ വെച്ചാൽ ഇപ്പൊ സമയമില്ല. പറഞ്ഞുകൊണ്ട് ഇതെന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമയമില്ല. എനിക്ക് 40 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. നോട്ടീസിൽ 39 മിനിറ്റ് ഞാൻ എടുക്കൂ. പ്രസംഗത്തിന് വേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം ഔചിത്യമാണ്, ഇല്ലേ? പിറകെ പ്രസംഗിക്കാൻ ഒരുപാട് മഹാന്മാരുണ്ട്. അവരെയൊക്കെ നമ്മളെ വെട്ടിക്കൊണ്ട് കൂടുതൽ സമയം എടുത്താൽ ശരിയാവില്ല. അതുകൊണ്ട് 40 മിനിറ്റ് എന്ന് പറയാൻ 39 മിനിറ്റ് എടുക്കും. അവിടെ നിർത്തും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഉണ്ടോ പറഞ്ഞു വന്ന വിഷയം മറ്റൊന്നും. അതുകൊണ്ട് അവരൊക്കെ കൂടി പുതിയ പരിഷ്കാരം വന്നപ്പോൾ വാലിന്റെ ഇടയ്ക്ക് കാലല്ല പറയലില്ല, തസ്ബീഹില്ല, തഹ്ലീലില്ല, മൗലിദില്ല. നിസ്കരിച്ചു കഴിഞ്ഞാൽ ദ്വാരക്ക പോലും വേണ്ട. വലത്തെ സലാം പള്ളിക്കുള്ളിൽ, ഇടത്തെ സലാം പള്ളിക്ക് പുറത്ത്. കാരണം പെണ്ണ് വെളി കാത്തു നിൽക്കുക. അവളെയും വിളിച്ചോണ്ട് വേഗം പോണ്ട യാമക്കിന്. അതാ കാര്യം. അല്ലാഹു അക്ബർ. ഉണ്ടോ? എടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി ചോദിച്ചു, ബുഖാരി ശരീഫിന്റെ ഹദീസാണ്, അയ്യു ദുആ യസ്മഉ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് ദുആയാണ് പടച്ചോൻ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന നബിയെ? മറുപടി കൊടുത്ത എന്താണെന്നറിയാമോ? ജൗഫുൽ ലൈലി വ ദുബുറുസ് സലാന. പാതിരാ കഴിഞ്ഞുള്ള ദുആയും നിസ്കാരം കഴിഞ്ഞാൽ ഉടനെയുള്ള പ്രാർത്ഥനയും അല്ലാഹ് സ്വീകരിക്കുമെന്നാ പഠിപ്പിച്ച്. ഹമുക്കള് പറയാൻ നിസ്കരിച്ചതിന് ശേഷം പ്രാർത്ഥിക്കരുത്, അല്ല. ഇനി ഹദീസിന്റെ ഇസ്തിലാഹാത്ത് നിനക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ദാ ഖുർആൻ പറഞ്ഞ എന്താന്ന് നോക്കടാ. ഖുർആൻ പറഞ്ഞ എന്താന്ന് നോക്കടാ ഹമുക്കെ. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ എന്നോട് ചോദിക്കുന്നല്ല പറഞ്ഞ്. നിക്കരിച്ചിട്ട് എന്നോട് ചോദിക്കാനല്ല പറഞ്ഞത്. ഇവൻ പറഞ്ഞ് ചോദിക്കണ്ട. എവിടെ കിടക്കുന്ന വിഷയം? അവനൊക്കെ പരിഷ്കരിച്ചാണ് വാദം പരിപാടികളിലും എല്ലാം ആലങ്കോലമാക്കി പെണ്ണിനെയും കൊണ്ട് പള്ളിയിൽ പോക്കാനും അനുവദിച്ചിട്ട് തലയും മറയ്ക്കണ്ട, നിന്ന് മൂത്രവഴിക്കാനുള്ള വ്യവസ്ഥകളും കൂട്ടി തറാവീഹ് 8 റക്അത്തുമാക്കി. സുബ്ഹാനല്ലാഹ്. പരിഷ്കരിച്ച് നശിപ്പിക്കല്ലേ. ഇങ്ങനെ കൗമ് വരാൻ പോകുന്നുള്ളതും ഖിയാമത്തിന്റെ അടയാളമാണ്. ഞാൻ ഈ ആദ്യം ചൊല്ലിയ ഹദീസിൽ അതുണ്ട്. ഈ പുത്തൻവാദികളുടെ തിരപ്പുറപ്പാട് ഖിയാമത്തിന്റെ അടയാളമാണ്. തുർമുദി, സുനനു തുർമുദിയിലുണ്ട് ഈ വിവരം. ഇരിക്കട്ടെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാകുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് അല്ലാഹു നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്.
പരത്തിയിട്ടിരിക്കുന്നു, ഫീഹിമ അതിൽ രണ്ടിലും, മിൻ ദാബ്ബ ജീവജാലങ്ങളെ. ഭൂമിയിൽ മാത്രമല്ല ആകാശത്തിലെ പല ഗോളങ്ങളിലും ജീവികൾ ഉണ്ടെന്ന്. ആകാശത്തിലും ഭൂമിയിലും നിരവധി ജീവജാലങ്ങളെ അല്ലാഹു പരത്തിയിട്ടിരിക്കുന്നു. ഖുർആൻ. ഇനിയോ അപ്പൊ ചൊവ്വയിൽ ഇപ്പൊ രൂപം കണ്ടതേ ഉള്ളൂ. മറ്റു ഗോളങ്ങൾ ജീവികളുണ്ടോ എന്ന് പരിശ്രമിക്കുകയാണ്. ശാസ്ത്രം പര്യവേക്ഷണം ചെയ്തപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ 41 കിലോമീറ്റർ മുകളിൽ ബാക്ടീരിയകളെ കണ്ടെത്തിയിരിക്കുന്നു. ഭൂമിയിലെ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ ആകാശത്തിൽ ഒരു 16 കിലോമീറ്റർ ഉയരം വരെ പോകാറുള്ളൂ. 16 32 40 കിലോമീറ്റർ ഉയരത്തിൽ ജീവജാലങ്ങളുടെ അവശിഷ്ടം കണ്ടപ്പോൾ 21ാം നൂറ്റാണ്ടിൽ ശാസ്ത്രം അടിവരയിടുന്നു, ഭൂമിയിലല്ലാതെ ഏതോ ഗോളങ്ങളിലൊക്കെ ജീവികളുണ്ട്. അതിന്റെ തെളിവാണ് 1 മാസത്തിന് മുമ്പ് പത്രത്തിൽ വന്നത്. ആ ജീവജാലങ്ങളെ മനുഷ്യൻ കണ്ടെത്തുമോ? ഒരു സംശയവും വേണ്ട, കണ്ടെത്തും. വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ. അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ ഭൂമിയിലെ മനുഷ്യരെയും ഗോളാന്തര ജീവികളെയും തമ്മിൽ കണ്ടുമുട്ടിക്കുക തന്നെ ചെയ്യും. അള്ളാഹ്ക്കൊരു പ്രയാസമില്ല കാര്യത്തിൽ. എഴുതി വെച്ചോ ഏതാനും വർഷങ്ങൾക്കകം ആകാശഗോളത്തിലെ പല ഗോളങ്ങളിലെ ജീവജാലങ്ങളും മനുഷ്യരുമായി സമ്പർക്കം പുലർത്തിയിരിക്കും. ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നതേ ഉള്ളൂ. ഖുർആന്റെ ആയത്തിൽ വരാൻ പോകുന്ന ശാസ്ത്രമാണ്. കഴിഞ്ഞു കടന്നുപോയ ശാസ്ത്രം നിങ്ങൾക്ക് 2 ദിവസം നിന്ന് പറഞ്ഞു തരാം. ഖുർആനിൽ നിന്ന് പറയാം, ഒരു 6 മണിക്കൂറോ അല്ലെ 9 മണിക്കൂറോ പറയാം. ഇതുവരെ കണ്ടുപിടിച്ച ശാസ്ത്രം, കണ്ടുപിടിക്കാൻ പോകുന്ന ശാസ്ത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഖുർആനിൽ നിന്നും കണ്ടെത്തും ഗോളാന്തരത്തിലെ ജീവിയെ. ഈ ജീവിയെ കണ്ടെത്തിയപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രസക്തമായ വിഷയം പ്രളയം, അന്ത്യകാലത്തിന്റെ ഖിയാമത്തിന്റെ പ്രളയത്തിന്റെ ആ സംഭവ പരമ്പരകളിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവമാണ് ഈ ഗോളാന്തര ജീവിയെ കണ്ടെത്തിയത്. എന്താ കാര്യം? മരിച്ചേ മതിയാകൂ, മണ്ണറയിൽ പോയെങ്കിലേ മതിയാകൂ. ആ മണ്ണറയിൽ 2ാമത് പുനരുദ്ധരിക്കുന്ന ദിവസമാണ് പ്രളയദിനം. ഈ പ്രളയദിനത്തിന് മുമ്പായി ഒരു ഷോർട്ട് ഇന്റർവെൽ, അതാണ് ഖബറിലെ ജീവിതം. ഗർഭാശയം വിട്ടതു മുതൽ സഫറാണേ, അടുത്തുള്ള ക്യാമ്പും സോദര ഖബറാണേ. ഇടയ്ക്കുള്ളൊരു ക്യാമ്പാണ് ഈ ഖബർ. ആ ഖബറിന്റെ ശിക്ഷകൾ മൃഗങ്ങൾ കേൾക്കുമോ എന്നതാണ് നമ്മുടെ വിഷയം. ഗോളാന്തര ജീവിയെ കണ്ടുപിടിച്ചതും സുനാമി അടിച്ചപ്പോൾ മൃഗങ്ങൾ മരിക്കാതിരുന്നതും ചേർത്ത് വായിക്കുമ്പോൾ ഖബർ ശിക്ഷയ്ക്ക് ഇതാ രേഖയാകുന്നു. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് ബുഖാരി മുസ്ലിം രണ്ടിലും, സ്വഹീഹ് ബുഖാരി സ്വഹീഹ് മുസ്ലിം 2 കിതാബിലും കാണുന്ന ഹദീസ്, സ്വഹീഹായ ഹദീസ്, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യുന്നു, ഒരു മനുഷ്യനെ കൊണ്ട് ഖബറിൽ ആഴ്ത്തിയാൽ, ആ മണ്ണറ മൂടപ്പെട്ടാൽ, ഖബർ അടച്ചു കഴിഞ്ഞാൽ 2 മലക്കുകൾ ആ ഖബറിലേക്ക് വരും. മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വരും. വന്നു കഴിഞ്ഞാലോ സുബ്ഹാന ജല്ല ജലാലു, അവരെത്തിക്കഴിഞ്ഞാൽ പ്രധാനമായ ചോദ്യങ്ങൾ ചോദിക്കും. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? നിന്റെ ദീനേതാണ്? നിന്റെ ഇമാമാരാണ്? പ്രധാന ചോദ്യങ്ങൾ. ആ പ്രധാന ചോദ്യങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുന്നു, ആ ഖബർവാസിക്ക് ഒരു പേപ്പറും പേനയും കൊടുക്കും. ദുനിയാവിന്റെ പേപ്പറും പേനയുമല്ല, ബർസഖിയായ ആലമിന്റെ പേപ്പറും പേനയുമാണ്. അതിന്റെ കൈഫിയത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബർസഖിയായ ആലമിന്റെ പരലോകത്തിന്റെ പേപ്പറും പേനയും കൊടുത്തിട്ട് ആ ഖബർവാസികളോട് മലക്ക് പറയും, നീ ചെയ്ത സകല കാര്യങ്ങളും അതിലെഴുതാൻ പറയും. നന്മയാണ് കൂടുതലെങ്കിൽ രക്ഷപ്പെടാം, തിന്മയാണ് കൂടുതലെങ്കിൽ ശിക്ഷയുമാണ്. അതിനുശേഷം സുബ്ഹാന ജല്ല ജലാലു, ഒരു മനുഷ്യൻ